നാളെ ആഖിറത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ദാഹിച്ച് വലഞ്ഞ് നമ്മൾ തളർന്ന് ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമാണ്. അൽ ഈമാനു ബിൽ ഹൗദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാളെ ആഖിറത്തിൽ ഹൗദുണ്ട് എന്നത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്. ആ ഹൗദിനെ പറ്റിയിട്ട് വിശദമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൗദി മസീറത്തു ഷഹ്രിൻ, എൻ്റെ ഹൗദിൻ്റെ വലുപ്പം, അതിൻ്റെ നീളം, അതൊരു മാസം സഞ്ചരിക്കാനുള്ള ദൂരമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അർദുഹു മിസ്ലു തൂലിഹി, അതിൻ്റെ നീളവും വീതിയും തുല്യമാണ്. നീളവും വീതിയും ഒരു മാസത്തെ യാത്രാ ദൂരമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മദീന മുതൽ സൻആ വരെ യാത്ര ചെയ്യാനുള്ള ദൂരമാണ് ഹൗദിൻ്റെ ഒരു വശത്തിൻ്റെ നീളമെന്നാണ്. മാഉഹു അശദ്ദു ബയാദൻ മിനൽ ലബൻ, അതിലെ വെള്ളം പാലിനേക്കാളും വെളുത്തതാണ്. സുബ്ഹാനല്ലാഹ്. വ അഹ്ലാ മിനൽ അസൽ, അതിൻ്റെ രുചി, മധുരം, അത് തേനിനേക്കാളും മധുരമുള്ളതാണ്. വരീഹുഹു അത്യബു മിനൽ മിസ്ക്, അതിൻ്റെ സുഗന്ധം കസ്തൂരിയേക്കാളും സുഗന്ധമാണ്. വഖീസാനുഹു കനുജൂമിസ് സമാ, ആ ഹൗദിലെ പാത്രങ്ങളുടെ എണ്ണം അത് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ അത്രയാണെന്നാണ് പറഞ്ഞത്. അത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രമാണെന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഫമൻ ശരിബ മിൻഹു ഫലാ യദ്മ ബഅദഹു അബദാ, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹൗദിൽ നിന്ന് ഒരിക്കൽ കുടിച്ചാൽ പിന്നീട് അവർക്ക് ദാഹമില്ല, പിന്നീട് അവർക്ക് ദാഹിക്കുകയില്ല. സ്വർഗത്തിലെ അൽ കൗസർ എന്ന നദിയിൽ നിന്ന് 2 പാത്തികൾ ആ ഹൗദിലേക്കുണ്ട്. ആ കൗസർ എന്ന നദിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിലേക്ക് വെള്ളം വരുന്നുണ്ട്. ആ ഹൗദിൽ നിന്ന് കുടിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഫറതുക്കും അലൽ ഹൗദ്, ഞാനാണ് ആദ്യം ഹൗദിൻ്റെ അരികിലേക്ക് എത്തുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ആ ഹൗദിൻ്റെ അരികിലേക്ക് വരും. അപ്പോൾ ഒരു ടീമിനെ മലക്കുകൾ ഓടിക്കുന്നതാണ്, അവിടെ നിന്ന് ആട്ടിവിടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉസൈഹാബി ഉസൈഹാബി, അവരെൻ്റെ ആൾക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പ്രത്യേകം അടയാളമുണ്ട്. വുദൂഇൻ്റെ അവയവങ്ങൾ പ്രകാശിക്കുന്നവരായ നിലയിലാണ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആ അടയാളങ്ങൾ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവരെൻ്റെ അനുയായികളാണ്, അവർ എൻ്റെ ആളുകളാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടുന്നതാണ്, ഇന്നക ലാ തദ്രീ മാ ബദ്ദലു ബഅദക്, അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങൾക്ക് ശേഷം എന്താണ് അവർ ദീനിൽ മാറ്റം വരുത്തിയത് എന്ന് നിങ്ങൾക്കറിയില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി, സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി. ആരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ ഉമ്മത്തിനെ നബി എത്ര സ്നേഹിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളോടുള്ള കാരുണ്യം എത്രയാണ്, റഹ്മത്ത് എത്രയാണ്. ആ നബി പറയുന്നതാണ്, സുഹ്കൻ സുഹ്ക, നിങ്ങൾ അകന്നു പോ, നിങ്ങൾ മാറിപ്പോ, നിങ്ങൾക്ക് ഈ ഹൗദിൽ നിന്ന് വെള്ളമില്ല. അതെത്ര വലിയ നഷ്ടമാണ്. അവരെത്ര വലിയ ഭാഗ്യം കെട്ട മനുഷ്യന്മാരാണ്. ആരാണവർ? അവർ ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയവരാണ്, ബിദ്അത്തുകൾ ഉണ്ടാക്കിയവരാണ്. കുഫാറുകൾക്ക് ഹൗദിൽ നിന്ന് കുടിക്കാൻ പറ്റൂല, മുനാഫിക്കുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് കുടിക്കാൻ പറ്റൂല. ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയവർക്ക്, ബിദ്അത്തുകൾ ഉണ്ടാക്കിയവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് കുടിക്കാൻ പറ്റൂല. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മീസാനിന് മുമ്പാണ് ഹൗദ്, ഹൗദ് കഴിഞ്ഞിട്ടാണ് മീസാൻ, മീസാൻ കഴിഞ്ഞിട്ടാണ് സിറാത്ത്, സിറാത്ത് കഴിഞ്ഞിട്ടാണ് നരകവും സ്വർഗവും. ഹൗദും മീസാനും നരകവും സ്വർഗമൊക്കെ പറയാൻ കുറച്ച് സമയം മതി. ഇതൊക്കെ വരാനുള്ളതാണ്, ഇതൊക്കെ നമ്മൾ നേരിടേണ്ടതാണ്. ആ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക. ആഖിറത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അതെത്ര വലിയ വിജയമാണ്, ആഖിറത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെത്ര വലിയ നഷ്ടമാണ്. അള്ളാഹു സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.